ഹലോ, നമ്മളിന്ന് കാണാനായിട്ട് വന്നിരിക്കുന്നത് മുംബൈയിലെ ഫേമസ് ആയിട്ടുള്ള ഛത്രപതി ശിവാജി മഹാരാജ മ്യൂസിയം ആണ്. അപ്പോൾ ഇതിൻ്റെ ഓൾഡ് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം എന്നായിരുന്നു. പിന്നീടാണ് അത് ഛത്രപതി ശിവജി മഹാരാജ മ്യൂസിയം എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ ഏരിയ ഉണ്ട്. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഭംഗിയുള്ളൊരു ആർക്കിടെക്ചറൽ ബിൽഡിംഗ് ആണ്. ഇത് ആർക്കിടെക്ചറൽ ഡിസൈനിങ് ഉള്ള നല്ലൊരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിലും അങ്ങനെ തന്നെയാണ്, നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഈ ഒരു ഛത്രപതി ശിവജി മ്യൂസിയത്തിലേക്ക് ഉള്ള ദൂരം വരുന്നത്. ആദ്യകാലങ്ങളിൽ ഇതൊരു മിലിറ്ററി ഹോസ്പിറ്റലായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഇതൊരു മ്യൂസിയമായിട്ട് മാറ്റിയത്. കയറി വരുമ്പോൾ തന്നെ ഒരുപാട് കാഴ്ചകൾ ഇതിൻ്റെ അകത്ത് കാണാനായിട്ടുണ്ട്. പല കാറ്റഗറിയിലുള്ള കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. അതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത. ആർട്ട് ആർക്കിയോളജി ആൻഡ് നാച്ചുറൽ ആർക്കിയോളജി, അങ്ങനെ പല കാറ്റഗറിയിലുള്ള കാഴ്ചകളാണ് ഉള്ളത് ഇതിൻ്റെ അകത്ത് വരാനത്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒരു കാറ്റഗറി ഉണ്ട്. അതിൻ്റെ അകത്ത് വളരെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട്. അത് ശരിക്കും ഒറിജിനലായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ സ്കൾപ്ചേഴ്സ് ഉണ്ട്, ഒരുപാട് വർഷം പഴക്കമുള്ള സ്കൾപ്ചേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നാച്ചുറൽ ഹിസ്റ്ററി, ജുവല്ലറി, പെയിൻറ്റിങ്സ്, കോയിൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രവേശന ഫീസ് ഉണ്ട്, 100 രൂപയാണ് വരുന്നത്. ഞങ്ങൾ മുംബൈ ദർശൻ്റെ ബസ്സിനാണ് വന്നത്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഛത്രപതി ശിവജി മ്യൂസിയം. അതിനുശേഷമാണ് നമ്മൾ പല പല സ്ഥലങ്ങളിലേക്ക് പോയത്. പക്ഷേ 100 രൂപയ്ക്ക് ഇത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം 100 രൂപ കൂടുതൽ കാഴ്ചകൾ, ആ 100 രൂപ കൊടുക്കുന്നതിന് നമുക്ക് ഒരു നഷ്ടവും വരില്ല. അതിനേക്കാൾ കൂടുതൽ കാഴ്ചകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുറഞ്ഞ സമയമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. 3 ഫ്ലോർ ഉണ്ട്. 3 ഫ്ലോറിലായിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഉള്ളത്. അത് കണ്ടു തീർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടാസ്ക് ആയിരുന്നു. കാരണം മുംബൈ ദർശൻ ബസ്സിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് അവർ ഒരുപാട് ഡെസ്റ്റിനേഷനിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വലിയൊരു മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകൾ പെട്ടെന്നൊന്ന് ഓടി നടന്ന് കണ്ടു തീർക്കാൻ മാത്രമാണ് പറ്റുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെയും ആ ഒരു സെക്ഷൻ വരുന്നത്. ഇതൊക്കെ വളരെ ഒറിജിനലായിട്ടാണ്, ആ ഒരു ഒറിജിനൽ ഫീല് നമുക്ക് തരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ ബേർഡ്സിന് വരെ അത്രയും അവരുടെ മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു സ്പെക്ക് വരെ, ഡീറ്റെയിലിംഗ് വരെ ഇതിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് നമുക്ക് തോന്നില്ല, ഒറിജിനൽ ആണെന്ന് തന്നെ തോന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ആനിമൽസിൻ്റെയും ചെയ്തിരിക്കുന്നത്. ഒത്തിരി ആനിമൽസിൻ്റെ ചെയ്തിട്ടുണ്ട്. കാരണം ബേർഡ്സിൻ്റെ വീഡിയോസ് തന്നെ എടുത്തെടുത്ത് എനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്കിതൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആളുകൾക്ക് അതൊരു ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു ബേർഡ്സിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞത് കാണേണ്ട കാഴ്ച തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടുതലും ആ ഒരു ബേർഡ്സിൻ്റെ എല്ലാം തന്നെ ആ ഒരു എല്ലാ വീഡിയോസും തന്നെ എടുത്തേക്കുന്നത്. പല ടൈപ്പുള്ള നമ്മുടെ നാട്ടുമൃഗങ്ങളിൽ കാണുന്ന കുറേ കിളികളും കാര്യങ്ങളൊക്കെ ആണ്. എല്ലാത്തിൻ്റെയും സ്പീഷീസ് നെയിം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആനിമൽസിൻ്റെ സെക്ഷൻ വരുന്നത്. ഇതൊക്കെ ഭയങ്കര എന്താ പറയണ, നമുക്കൊരു നാച്ചുറലായിട്ടൊരു ഐറ്റം അങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നിൽക്കുന്ന പോലെ തന്നെ തോന്നുന്ന രീതിയിലാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിരിക്കും ഇത്. ഒരു എന്താ പറയുക, ഒരു സൂവിൽ വന്ന പോലത്തെ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. അത്രയും ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണെങ്കിലും ഇതിൻ്റെ പുറമേ കാണുന്ന ഈ ഒരു രോമവും കാര്യങ്ങളും എല്ലാം കൂടുതലും ഒറിജിനൽ തന്നെയായിരിക്കും. കാരണം ടാക്സിഡെർമി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ് ഇവർ ഈ ഒരു രീതിയിൽ ഈ മൃഗങ്ങളെല്ലാം സ്റ്റഫ് ചെയ്തെടുക്കുന്നത്. അതായത് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെയും എല്ലാം സ്കിന്നെടുത്തിട്ട് അതൊരു ആർട്ടിഫിഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കി ടാക്സിഡെർമി പ്രോസസ്സ് വഴി ആ ഒരു സ്ട്രക്ചറിലേക്ക് സ്റ്റഫ് ചെയ്ത് വയ്ക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആനിമൽസിനെ നമുക്കൊരു 20 മുതൽ 50 വർഷം വരെ ഇതിൻ്റെ ഈ ഒരു സ്കിന്നും ഈ ഒരു സ്ട്രക്ചറും നമുക്ക് ഇങ്ങനെ മ്യൂസിയത്തിൽ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ ഒരു ആർക്കിടെക്ചറൽ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ. നല്ല ഭംഗിയാണ്, നല്ലൊരു ഫോട്ടോഗ്രാഫി ഏരിയ കൂടിയാണ് ഇത്. നമുക്ക് ഫോട്ടോസ് എടുക്കാനാണെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണുള്ളത്.
ഇങ്ങനെയാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു സ്ട്രക്ചർ. ഇങ്ങനെ 3 നിലകളിലായിട്ടാണ് ഇവർ ഓരോ സെക്ഷൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആർട്ട് ആർക്കിയോളജി സെക്ഷനായിട്ടും നാച്ചുറൽ ആർക്കിയോളജി സെക്ഷനായിട്ടും ഇവിടെ 17,000 മെറ്റീരിയൽ ആൻഡ് ആർട്സ് വർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയൊരു മ്യൂസിയം കൂടിയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ഒരു പ്രവേശന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 10:15 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശന സമയം വരുന്നത്.